ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. റോഡുകളുടെ മോശം അവസ്ഥയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഉദ്യോഗസ്ഥർക്ക് അഹങ്കാരവും ധാർഷ്ട്യവുമെന്ന് കോടതി പറഞ്ഞു. ഒരാളുടെ ജീവൻ പോയിട്ടും ആരും കണക്കിലെടുക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അശ്വതിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വതി, ഈ സംഭവത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത്? ഫിറോസ്, കഴിഞ്ഞ ദിവസം കൊച്ചി കങ്ങരപ്പടിയിൽ ഒരു 21 വയസ്സുകാരനായ ഷാമിൽ ജേക്കബ് വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. ഈ കേസിനെ തുടർന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഇപ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഈ കുഴികളുടെ കാര്യത്തിൽ, ഇനിയും ഉത്തരവിറക്കിയിട്ട് കാര്യമില്ല എന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. ഒരാളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടും ആരും അത് കണക്കിലെടുക്കുന്നില്ല. അതുപോലെ തന്നെ MG റോഡിലെ കുഴികളെക്കുറിച്ചും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് പരാമർശം നടത്തിയിരിക്കുകയാണ്. ഈ കുഴികൾ തുറന്നിരിക്കുന്നത് ആരുടെ കുറ്റം കൊണ്ടാണ്? കാരണം നേരത്തെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങളും എത്രയും വേഗം ഈ കുഴികൾ മൂടണമെന്നുള്ള ഉത്തരവുകളും ഒക്കെ തന്നെ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ കങ്ങരപ്പടിയിൽ നടന്ന സംഭവത്തിൽ കുഴി 10 ദിവസത്തോളം തുറന്നിട്ടിരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പരാമർശിച്ചു. അതുപോലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഒരു വാർണിംഗ് ജസ്റ്റിസ് നൽകിയിരുന്നു. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെയുള്ള കുഴികളുടെ സംഭവങ്ങൾ, കുഴികളിൽ വീണ അപകടം സംഭവിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കായിരിക്കും. ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ക്രിമിനൽ നടപടികൾക്ക് അവർ വിധേയരാവുകയും ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മൂന്നാമത്തെ അപകട മരണമാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ പണം വാങ്ങി ഉദ്യോഗസ്ഥർ എന്തു ചെയ്യുന്നു എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഷാമിൽ എന്ന 21 വയസ്സുകാരനാണ് വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണ കഴിഞ്ഞ ദിവസം കങ്ങരപ്പടിയിൽ മരണപ്പെട്ടത്. ഇരുമ്പലത്ത് നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം, വണ്ടി ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ അടിച്ചതിന് ശേഷം ഈ യുവാവ് വരുന്ന വഴിക്ക് ഈ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ കുഴി കണ്ടില്ല. കാരണം ഈ കുഴി മണ്ണിട്ട് മാത്രം നികത്തുകയാണ് ചെയ്തത്, കട്ട ഇരുന്നിരുന്നില്ല. 10 ദിവസത്തോളം ഈ കുഴി തുറന്നു കിടന്നിരുന്നു. ഈ കുഴിയിൽ എന്താണ് കട്ട വിരിക്കാത്തത് എന്ന് നമ്മൾ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അത് മണ്ണ് ഉറയ്ക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അപകടം നടന്ന തൊട്ട് പിറ്റേ ദിവസം തന്നെ ഈ കുഴി മൂടുകയാണ് ചെയ്തത്. അത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഫിറോസ്, അശ്വതിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈക്കോടതി ഇടപെടൽ, രൂക്ഷമായ വിമർശനമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഒരാളുടെ ജീവൻ പോയിട്ടും ആരും കണക്കിലെടുക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കുഴി ഏതാണ്ട് 10 ദിവസത്തോളം തുറന്നു കിടന്നു. ഇത് അതീവ ഗൗരവതരമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നു. 21 വയസ്സുകാരൻ ജല അതോറിറ്റി എടുത്ത കുഴിയിൽ വീണ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആ കേസ് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്.